2025 കർക്കിടകം, ചിങ്ങം, കന്നിമാസങ്ങളിൽ ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്, ഇപ്പം നക്ഷത്രം ഉത്രട്ടാതിയാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ, ഇപ്പം ജാനുവരി 5-നാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കാൽക്കുലേറ്റർ എടുത്തിട്ട് ജാനുവരി 5-ൻ്റെ മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ. ഇനി കർക്കിടക മാസം ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. വേണമെങ്കിൽ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും, കിട്ടും. പക്ഷേ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം, അതുകൊണ്ട് ഏകാന്തത അനുഭവപ്പെടാം. ജാനുവരി മാസം കേസ് വഴക്കിലൊന്നും പോകരുത്. മാർച്ച് മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകളിൽ പോകാൻ, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും വ്യക്തിപരമായ യാത്ര നല്ലതല്ല. ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. ഏപ്രിൽ മെയ് മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ. അതുപോലെ തന്നെ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. മെയ് മാസം ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല മെയ് മാസം. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല മാസമല്ല മെയ്. സാമ്പത്തികപരമായിട്ട് മോശമൊന്നുമില്ല, പണം വരും. പക്ഷേ കുടുംബ ചെലവുകൾ നമ്മൾ കുറച്ചധികമായിട്ട് കാണുന്നു, അനാവശ്യ കുടുംബ ചെലവുകൾ കാണുന്നു, അത് നിയന്ത്രിക്കണം. ജൂൺ മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹം തോന്നുമെങ്കിലും അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്, ട്രാൻസ്ഫർ ഉണ്ടാകാം. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടും നല്ലതല്ല. ജൂലൈ മാസം പൊതുവെ മോശമാണ്. അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസും മാതാവും എല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും എല്ലാം മോശമായിട്ടാണ് കാണുന്നത്. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്, ട്രാൻസ്ഫർ കാണുന്നുണ്ട്, പറ്റിക്കാനും ചതിയിൽപ്പെടാനെല്ലാം സാധ്യതയുണ്ട്. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല, അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. ഓഗസ്റ്റ് മാസം കുടുംബപരമായി പൊതുവെ ആവറേജ് സമയമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത്. അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസും മാതാവിനൊന്നും മാസം അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, അലച്ചിലുകൾ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക. അതുപോലെ തന്നെ മനസ്സമാധാനക്കുറവ്, ടെൻഷൻ എല്ലാം കാണുന്നുണ്ട്. വ്യക്തിപരമായും ആരോഗ്യപരമായിട്ടും മാത്രം നല്ലതല്ല. സെപ്റ്റംബർ മാസം കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മക്കൾക്കും പിതാവിനും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ,
ഭാഗ്യതടസ്സങ്ങൾ, ട്രാൻസ്ഫർ, പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. വ്യക്തിപരമായ അത്ര നല്ലൊരു മാസമൊന്നുമല്ല. ഒക്ടോബർ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ല മാസമാണ്. മാതാവിനും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നു. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ അച്ഛനും ഗ്രാൻഡ് പാരൻസുമായിട്ട്, മക്കളല്ല, അച്ഛനും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശമായിട്ട് കാണുന്നു. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യതടസ്സങ്ങൾ, ട്രാൻസ്ഫർ ചിലപ്പോൾ ഉണ്ടായേക്കാം. ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. അനാവശ്യ പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. ചിലപ്പോൾ അനാവശ്യമായ പണനഷ്ടമെല്ലാം സംഭവിക്കാം. നവംബർ മാസവും പൊതുവെ മോശമാണ്. അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസും എല്ലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശമാണ്. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്. ഭാഗ്യതടസ്സങ്ങൾ, ടെൻഷൻ, വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടൊന്നും നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നത്. ഡിസംബർ മാസം മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശമല്ല. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. അനാവശ്യ ശത്രുതകളെല്ലാം ഉണ്ടാകും. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ കാണുന്നുണ്ട്. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം. അനാവശ്യ പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടാതിരിക്കുന്നതാണ് നല്ലത്. പണമെല്ലാം നഷ്ടപ്പെട്ടു പോകാതെ നല്ലവണ്ണം സൂക്ഷിക്കണം. വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് അത്ര നല്ല മാസമല്ല. ഇനി ചിങ്ങമാസത്തിൽ ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി മാസങ്ങൾ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ട്, കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിൽക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ട്രാൻസ്ഫറും അതിൻ്റെ കൂട്ടത്തിൽ കാണും. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. അതേപോലെ തന്നെ വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. മാർച്ച് മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനായി കണ്ടെത്തും. ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് അത്ര നല്ലതല്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. സഹോദരാദികൾക്കും അത്ര നല്ല മാസമല്ല. ഏപ്രിൽ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകളിൽ പോകാൻ, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ദൂരയാത്രകൾക്കെല്ലാം അവസരം, പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. പക്ഷേ വ്യക്തിപരമായി അത്ര നല്ലതല്ല. സഹോദരാദികൾക്ക് അത്ര നല്ലതായിട്ട് തോന്നില്ല. മെയ് മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് നല്ല മാസമാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. ജൂൺ, ജൂലൈ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലത് തന്നെ. പക്ഷേ വ്യക്തിപരമായി അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമില്ല. വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും, സാമ്പത്തികപരമായിട്ടുള്ള പണം എളുപ്പത്തിൽ വരും. പക്ഷേ കുടുംബ ചെലവുകളെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. അതേപോലെ തന്നെ ജൂലൈ മാസം ട്രാൻസ്ഫർ നല്ല സാധ്യതയും കാണുന്നുണ്ട്. ഓഗസ്റ്റ് മാസം
കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയതാണ്. ബിസിനസ് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും മാതാവിനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസമാധാനക്കുറവ്, ടെൻഷൻ, വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. കുടുംബപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും അത്ര നല്ലതല്ല. സെപ്റ്റംബർ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷൻ വേണമെങ്കിൽ നല്ല മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കേസ് അടക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിൽ തന്നെ വിജയിക്കും. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. പക്ഷേ വ്യക്തിപരമായ ചെറിയ പ്രയാസങ്ങൾ കാണുന്നു. ഒക്ടോബർ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷൻ എല്ലാം പറ്റിയതാണ്. സഹോദരങ്ങൾക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ബിസിനസ് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. വ്യക്തിപരമായിട്ടും അത്ര നല്ലതല്ല. നവംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും മക്കൾക്കും മാതാവിനെല്ലാം നല്ലതാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മനസമാധാനമുള്ളൊരു മാസമാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. ഡിസംബർ മാസം കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. ബിസിനസ് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇനി കന്നിമാസത്തിൽ ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകൾ പോകാൻ, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ദൂരയാത്രകൾക്ക് അവസരം, ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടാകാം. അനാവശ്യ പ്രശ്ന ശത്രുതയെല്ലാം കയറി വരും. പണം ചെലവിടുമ്പോൾ നല്ലവണ്ണം നിയന്ത്രണം അനാവശ്യമായി പണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ജാനുവരി മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം ജാനുവരി മാസം വളരെ നല്ലതാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ദൂരയാത്രകൾക്ക് അവസരം, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ്. പക്ഷേ വ്യക്തിപരമായി, ആരോഗ്യപരമായി അത്ര നല്ലതല്ല. പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമൊന്നും അല്ല. അതേപോലെ തന്നെ മാർച്ച് മാസം കേസ് വഴക്കിനൊന്നും പോകരുത്. ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. മെയ്, ജൂൺ മാസം ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും. മെയ് മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളുണ്ട്.
ദൂരയാത്രകൾക്കെല്ലാം അവസരം മെയ് മാസം കാണുന്നുണ്ട്. ജൂൺ മാസത്തിൽ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ജൂലൈ മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തുമെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. ഓഗസ്റ്റ് മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ നോക്കണം. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിൻ്റെ കണ്ടെത്തും. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസമാധാനമുള്ളൊരു മാസമാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുടെ തന്നെ നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. ഒക്ടോബർ മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസമാധാനമുള്ളൊരു മാസമാണെങ്കിലും വ്യക്തിപരമായി, ആരോഗ്യപരമായി അത്ര നല്ലതല്ല. നവംബർ ഡിസംബർ മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തും. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ നവംബർ മാസം പെട്ടെന്നുള്ള ചില അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഡിസംബർ മാസം യാത്രകൾക്കൊന്നും പറ്റിയതല്ലെങ്കിലും വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ്. കുടുംബപരമായിട്ടെല്ലാം നല്ലത് തന്നെയാണ് ഡിസംബർ മാസം.